എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ സാസുകയെ കാണിക്കുന്നു. അവനിപ്പോ നറൂട്ടോ കുട്ടപ്പനെ ഇടിച്ച് തെറിപ്പിച്ച് രക്തം ഒലിപ്പിച്ച് അവനെ നോക്കി നിൽക്കുകയാണ്. സാസുകയ്ക്കിപ്പോ എല്ലാവരോടും വൈരാഗ്യം മാത്രമാണ്. അവനിപ്പോ തീർത്തും ഒരു സ്വാർത്ഥനാണ്. എന്തൊക്കെ ത്യാഗം സഹിച്ചാലും ആ ഒരു പവർ അത് ഞാൻ തന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് സാസുക വീണ്ടും കുട്ടപ്പനെ തുറിച്ചു നോക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വീണ്ടും സാസുകയുടെ പാസ്റ്റ് കാണിക്കും. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അക്കാദമിന്ന് ഇപ്പൊ സാസുക ആവട്ടെ ഓടി വന്നോണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഒരു നിഴല് കണ്ട് ഇപ്പൊ സാസുക പേടിച്ച് അടുത്തുള്ള പോസ്റ്റിലേക്ക് നോക്കും. അവന് മനസ്സിലാവില്ല ആരാന്ന്. അപ്പൊ പെട്ടെന്ന് ആ പോസ്റ്റിന്റെ മുകളില് ആരെയും കാണൂല. അവൻ ഉടനെ സ്ട്രീറ്റിലൂടെ ഓടും. അപ്പൊ വഴിയില് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കാണാതെ നമ്മുടെ സാസുക ടെൻഷനായിട്ട് വീണ്ടും മുൻപോട്ട് ഓടുമ്പോഴായിരിക്കും അവന്റെ മുൻപിലായിട്ട് ഒരുപാട് ഡെഡ് ബോഡികൾ കാണുക. ചുമരില് മുഴുവൻ ചോര കട്ട കെട്ടി കിടക്കാണ്. എങ്ങും ഡെഡ് ബോഡികളും കത്തികളും മാത്രം. കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്കിളും ആന്റിയും അവിടെ മരിച്ചു കിടക്കുന്നത് കാണും. അവൻ കൂടുതൽ ധൈര്യം സംഭരിച്ച് ഇപ്പൊ വീട്ടിലേക്ക് ഓടും. എന്നിട്ട് വീട്ടിൽ വന്ന് ഓരോ റൂംസ് ആയിട്ട് അവൻ പേടിച്ച് തുറന്നു നോക്കും. പക്ഷെ ഒരു മുറിയിലും അവനെ കൊണ്ട് ആരെയും കണ്ടെത്താൻ സാധിക്കില്ല. അവസാനമായിട്ട് ഒരു മുറിയിന്ന് ഒരുപാട് ശബ്ദം കേട്ട് സാസുക അവിടേക്ക് വരും. പക്ഷെ സാസുക പേടിച്ച് അവനെ കൊണ്ട് അത് തുറക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അകത്ത് ആരോ ഉണ്ടെന്ന് സാസുകയ്ക്ക് മനസ്സിലാവും. ഒരു പക്ഷേ അത് ശത്രുവാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ അറ്റാക്ക് ചെയ്യും. വേറെ വഴിയില്ല. അവൻ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ കരുതി ഇപ്പൊ ആ വാതിൽ തുറന്ന് പപ്പാ അമ്മ എന്ന് വിളിക്കും. അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് റൂമില് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ അവിടെ ദൂരത്തായിട്ട് ഒരു നിഴല് കാണും. അവൻ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കും. അപ്പൊ അവൻ മുൻപോട്ടേക്ക് നടന്നു വരും. അവന്റെ തൊട്ട് താഴെയായിട്ട് സാസുകയുടെ ചേതനേറ്റ് കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ ശരീരം കാണും. ആ ആളെ കണ്ട് സാസുക ഞെട്ടും. അത് മറ്റാരുമല്ല, അവന്റെ ബ്രദർ ഹിറ്റാച്ചി. ദ്രോഹി, എന്തുപറ്റി? എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് സാസുക അവനോട് ചോദിക്കുമ്പോ ഹിറ്റാച്ചി ആവട്ടെ ഒരു ബ്ലേഡ് എടുത്ത് വലിച്ചെറിയും. അത് ഡോറിൽ പോയിട്ട് തറച്ചു കയറുമ്പോഴായിരിക്കും സാസുകയ്ക്ക് അവന്റെ കയ്യില് ഇപ്പൊ മുറിവ് പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാവുക. ഹിറ്റാച്ചി പറയും, നീ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കൊന്നുകളയും. പക്ഷെ സാസുക പേടിച്ചു വരച്ച് അവൻ അനങ്ങാൻ വയ്യാതെ നിൽക്കുമ്പോ ഹിറ്റാച്ചി അവന്റെ മങ്കി ക്യൂ ഷെരിംഗം കണ്ണുപയോഗിച്ച് അവൻ എങ്ങനെയാണ് ഓരോരുത്തരെയും കൊന്ന് തള്ളിയതെന്ന് അതിക്രൂരമായിട്ട് ഇപ്പൊ അവന് ലൈവായിട്ട് കാണിച്ചു കൊടുക്കും. ആ കാഴ്ച കണ്ട് അവന് സഹിക്കാൻ പറ്റില്ല. അവൻ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും. പക്ഷെ ഓൾറെഡി നമ്മുടെ സാസുക അവൻ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ആ കാഴ്ച കണ്ട് തല ചുറ്റി താഴെ വീഴും. ഹിറ്റാച്ചി ഇതെല്ലാം ചെയ്തത് അവന്റെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ്. സാസുക ചാടി എഴുന്നേറ്റ് ഹിറ്റാച്ചി അടിക്കാൻ പോകുമ്പോ അവൻ ഉടനെ സാസുകയുടെ വയറ്റിൽ തന്നെ ഇടിച്ച് അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ അവനെ വലിച്ചെറിയും. അവനിരുന്ന് കരയാണ്, എന്നെ കൊല്ലല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ്. പാവൻ സാസുക അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. പക്ഷെ സ്പീഡിൽ ഓടുമ്പോ അവൻ കാല് തന്നെ നിലത്തേക്ക് വീഴും. അപ്പോഴും തന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അവൻ അലറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി അവന്റെ തൊട്ട് മുൻപിൽ വരും. നീ ഇത്രയും നാളും എന്റെ നല്ലൊരു ചേട്ടനായിരുന്നു, എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് സാസുക ചോദിക്കുമ്പോ ഹിറ്റാച്ചി ഇത്ര നാളും അവന്റെ നല്ലൊരു ചേട്ടനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാസുകയുടെ മനസ്സിലുള്ള കാര്യം അറിയാനും അവന്റെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയായിരുന്നു ഇത്ര നാളും അവൻ അഭിനയിച്ചത്. ഹിറ്റാച്ചിക്ക് മനസ്സിലാവും അവനെ എതിർക്കാനുള്ള കഴിവ് അത് മറ്റാർക്കുമല്ല, സാസുകയ്ക്കാണ്. സാസുകയുടെ ആഗ്രഹം അവൻ എങ്ങനെയെങ്കിലും അവന്റെ ബ്രദർ ഹിറ്റാച്ചിയെ കഴിഞ്ഞും മികച്ച ഒരാളായി മാറണം എന്ന് മാത്രമാണ്. ആ ഒരൊറ്റ കാരണത്താല് ഹിറ്റാച്ചി ആവട്ടെ അവനെ കൊല്ലാതെ വിടും. ഹിറ്റാച്ചിയെ കൊണ്ടും സാസുകയെ കൊണ്ടും മാത്രമേ മങ്കിങ്ങൻ ശരീരം കണ്ണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അത് ഉപയോഗിക്കണമെങ്കിൽ അവര് തീർച്ചയായിട്ടും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ കൊന്നു കളയണം. അപ്പോഴാണ് അവന് മനസ്സിലാവുക ഷിസുനെ കൊന്നത് അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി തന്നെയാണ്. അത് മനസ്സിലാക്കി ഇപ്പൊ സാസുക ആവട്ടെ വണ്ടറടിച്ചു നിൽക്കും. അവനെ കൊല്ലുകയല്ലാതെ മറ്റൊരു വഴിയും എനിക്കില്ലായിരുന്നുവെന്ന് ഇപ്പൊ ഹിറ്റാച്ചി പറയും. മാത്രമല്ല അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങൾ അവൻ ഇതിനോടകം കണ്ടെത്തി. ഉച്ചിഹ ക്ലാനിന്റെ ആ ഒരു വിഷ്വൽ ജിപ്സ് പോലും ഇപ്പൊ ഹിറ്റാച്ചി കൈക്കലാക്കി. ഇപ്പൊ സാസുകയ്ക്കും ആ ഒരു കണ്ണ് കൊണ്ടുവരാൻ സാധിച്ചാല് സാസുകയായിരിക്കും മൂന്നാമതായിട്ട് ആ ഒരു ശരീരം കണ്ണ് കൊണ്ടുവരുന്ന ആള്. ആദ്യമായിട്ട് ആ ഒരു കണ്ണിന്റെ പവർ വേറെ ആരോ ഉപയോഗിച്ചു, രണ്ടാമത് ഹിറ്റാച്ചി, മൂന്നാമത് അതിന് അർഹതയുള്ളത് സാസുകയാണ്. നീ അത് സ്വായത്തമാക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കൂ. ഓരോ നിമിഷവും നീ എന്നെ വെറുത്തു കൊണ്ടേയിരിക്കണം, എങ്കിലും മാത്രമേ നിനക്ക് എന്നെ കഴിഞ്ഞും പവർഫുൾ ആകണം എന്നൊരു ചിന്ത വരികയുള്ളൂ. എന്നെ നേരിടാൻ തീർച്ചയായിട്ടും നിനക്ക് ആ കണ്ണ് വേണം.
അതുവരെ നീ വെറും പേടിത്തൂറിയാണ്. നീ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ കണ്ണിന്റെ പവർ അത് നിന്നെ തേടിയെത്തും. അപ്പൊ ഉറപ്പായിട്ടും നിന്റെ മുൻപില് ഞാൻ ഉണ്ടാകുന്നു പറഞ്ഞ് ഇപ്പൊ സാസുകയെ അവന്റെ കണ്ണിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ബോധം കെടുത്തി താഴെയിടും. അത് കഴിഞ്ഞ് സാസുക കണ്ണു തുറക്കുമ്പോ അവനിപ്പോ ഒരു ഹോസ്പിറ്റലിലായിരിക്കും. അവൻ ആദ്യം ചിന്തിക്കും അവൻ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നമായിരിക്കുമെന്ന്. പക്ഷെ ബ്ലേഡ് കൊണ്ട് അവന്റെ കൈ മുറിഞ്ഞ പാട് അത് കാണുമ്പോ അവന് മനസ്സിലാവും സംഭവിച്ചതെല്ലാം തന്നെ റിയലാണ്. സാസുക ആവട്ടെ പതിയെ ആരും കാണാതെ അതുവഴി പുറത്തേക്കിറങ്ങി ഇപ്പൊ വീട്ടിലേക്ക് ഓടും. സാസുക വിഷമത്തോടുകൂടെ തിരിച്ചു വരികയാണ്. അപ്പൊ കാണും അവന്റെ വില്ലേജ് മുഴുവനായിട്ടും ഇപ്പൊ സീല് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവനോട് എപ്പോഴും നല്ലതുപോലെ പഠിക്കാനും കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറയുന്ന ആ അങ്കിളും ആന്റിയും അവരിന്ന് ജീവനോടെ ഇല്ല. ആ ഒരു ഏരിയയില് ഇപ്പൊ ഒരു കാക്കയുടെ കരച്ചിൽ പോലും കേൾക്കാനില്ല. അവൻ മുമ്പോട്ട് നടക്കുമ്പോ അവന്റെ വീട് കാണും. അവിടെ എത്തുമ്പോ തന്നെ അവന് മനസ്സിലാവും ഇപ്പൊ അവിടെ ആരുമില്ലെന്ന്. നല്ല മഴ പെയ്യുന്നുണ്ട്. സാസുക ആവട്ടെ ഓരോ മിനിറ്റിലും അവന്റെ പാസ്റ്റിലെ കാര്യങ്ങള് ആലോചിച്ചു കൊണ്ടേ നടക്കും. അവൻ വീടിന്റെ മുൻപിൽ എത്തുമ്പോ തന്നെ എപ്പോഴും അവന്റെ അമ്മ ഓടിവായോ, നിനക്കിഷ്ടപ്പെട്ട ഒരുപാട് നല്ല ആഹാരങ്ങള് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അവിടെ ഇപ്പോ അവന്റെ അമ്മയില്ല. അവൻ പതിയെ വീടിന്റെ ഉള്ളിലേക്ക് കയറും. അത് കഴിഞ്ഞ് അവൻ ടെറസിലേക്ക് കയറും. അവിടെ എപ്പോഴും അവന് കുറുകയായിട്ട് അവനെയും ചേട്ടനെയും വാച്ച് ചെയ്തുകൊണ്ട് പപ്പ എപ്പോഴും നടക്കും. പക്ഷെ ഇപ്പൊ ആ സ്റ്റെയറില് അവിടെ ആരുമില്ല. പപ്പയെക്കുറിച്ച് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവന്റെ അമ്മയുടെ കെയറിങ്, സ്നേഹം, പുഞ്ചിരി അങ്ങനെ ഓരോന്നായിട്ട് അവന്റെ മനസ്സിലേക്ക് അലയടിക്കും. അപ്പൊ പെട്ടെന്ന് അവന്റെ വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവൻ അവിടേക്ക് ഓടിച്ചെല്ലും. അമ്മേ അമ്മേ എന്നും വിളിച്ചുകൊണ്ട് അമ്മയുടെ ഓർമ്മയില് അവിടേക്ക് ചെല്ലുമ്പോ അത് മറ്റൊന്നുമല്ല, ഒരു പൂച്ച. അതിപ്പോ ജനൽ വഴി ചാടി പുറത്തേക്ക് പോവും. നമ്മുടെ സാസുകയ്ക്ക് വീണ്ടും ഒരുപാട് സങ്കടാവും. അവൻ അവിടുന്ന് മാറിപ്പോകാൻ നേരം അവന്റെ അച്ഛനും അമ്മയും മരിച്ചു കിടന്ന ആ ഒരു സ്പോട്ട് ഇപ്പൊ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അവനിരുന്ന് കരയാണ്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവന്റെ അടുത്ത് ഇപ്പൊ ആരുമില്ല. സാസുകയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോ അവന്റെ ദേഷ്യം അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂട്ടുകാരുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഓൾറെഡി അവന്റെ ചേട്ടൻ പറഞ്ഞ ആ ഒരു സീക്രട്ട് പ്ലേസിനെ കുറിച്ച് അവൻ ഓർമ്മ വരും. അവനുടനെ അവിടേക്ക് കയറിപ്പറ്റി ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ആരംഭിക്കും. പിന്നീട് എപ്പോഴത്തേതും പോലെ ഇപ്പൊ കാഷ്വലായിട്ട് അവൻ അക്കാദമിയിലേക്ക് പോവാനും ആരംഭിക്കും. ഒറ്റയ്ക്ക് ഒരുപാട് വിഷമത്തില് അവൻ തല കുനിച്ചു നിൽക്കും. തനിച്ചിരുന്ന് അവൻ വീണ്ടും അവന്റെ അച്ഛനെയും അമ്മയും ഓർത്ത് അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് അവന്റെ ഫേസ് നോക്കുമ്പോ അവന് പെട്ടെന്ന് ഓർമ്മ വരിക അവന്റെ ചേട്ടൻ ഹിറ്റാച്ചിയാണ്. അത് കാണുമ്പോ അവൻ ഒരുപാട് ടെൻഷനായിട്ട് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും എനിക്ക് നിന്നെക്കാൾ പവർ കിട്ടി, എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് സാസുക അവിടെ വെച്ച് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനില് കുട്ടപ്പനാവട്ടെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ കുട്ടപ്പൻ അവൻ സാസുക പറഞ്ഞ ആ കാര്യം ഓർക്കും. നിനക്കെന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും ഇടാൻ സാധിക്കില്ല. കുട്ടപ്പൻ കലി കയറി അവന്റെ പല്ല് കടിച്ച് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് വീണ്ടും ചാടി കര കയറും. ഇവിടെ സാസുകയ്ക്ക് ഒരു കുലുക്കവും ഇല്ലാതെ ഇപ്പൊ കുട്ടപ്പനെ നോക്കി ഹായ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ നറൂട്ടോ കുട്ടപ്പൻ ഒരു മിനിറ്റ് നെജി പറഞ്ഞ കാര്യം ആലോചിക്കും. ഓൾറെഡി സാസുക ഇപ്പോ അന്ധകാരത്തിലാണ്. നിന്നെക്കൊണ്ട് മാത്രമേ അവനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ വീണ്ടും സാസുകയുടെ അടുത്തേക്ക് ചെല്ലും. ഇപ്പൊ മുതല് നമ്മൾ ഫ്രണ്ട്സ് അല്ല, ശത്രുക്കളാണ്. നിന്നെ തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയും പേര് ഇവിടേക്ക് വന്നതിന് അർത്ഥമില്ലാതായി പോവും. അതിനവൻ പറയും ഇപ്പൊ മുതല് നീയാണ് എന്റെ ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഒരു സെക്കൻഡ് കുട്ടപ്പൻ വണ്ടറടിച്ച് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കും. അതിന് സാസുക പറയും എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അവനിപ്പോ അവന്റെ മങ്കൻ പവർ പുറത്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടപ്പനെ കൊന്നു കളയണം. പക്ഷെ പാവം കുട്ടപ്പന് അത് മാത്രം പിടിയിട്ടില്ല. സാസുക ഇപ്പോ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി കുട്ടപ്പനാവട്ടെ അവനെ അടിക്കാൻ ചാടി ഓടുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.